അപ്പം വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. സോ ഐഎസിൻ്റെ ബാലൻസ് സെഷനാണിത്. അപ്പോൾ നമ്മൾ പാർട്ട് തുടങ്ങുന്നത് ഇൻട്രസ്റ്റ് റേറ്റും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. യു നോ ദാറ്റ് ദർ ഇസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുമ്പോൾ, മണി മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുമ്പോൾ the real investment will go down, and when the interest rate comes down, the correspondingly the real investment will go up. There's an inverse relationship. അതാണ് ഫിഗർ എയിൽ കാണിച്ചേക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റ് തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. അതിൻ്റെ 2 points ആയ I1 and I2, ഏറ്റവും താഴെ എക്സ് ആക്സിസിൽ I1 I2 കിടക്കുന്നുണ്ടോ, അത് ജസ്റ്റ് ഒരു 2 points മാത്രം നമ്മൾ എടുക്കും മുകളിലോട്ട് ഫിഗർ ബിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി. ഫിഗർ ബിയിൽ it is basically the relationship between savings and investment. അപ്പം ഇവിടെ ഫിഗർ എയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അതേപോലെ നമ്മൾ ഫിഗർ ബിയിലെ എക്സ് ആക്സിസിലോട്ട് കൊണ്ടുവരും, I1 I2 കൊണ്ടുവരും. ആൻഡ് യു നോ, അറ്റ് ഇക്വിലിബ്രിയം സേവിങ്സ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. ഐ റിപ്പീറ്റ്, അറ്റ് ഇക്വിലിബ്രിയം സേവിങ്സ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയോണ്ട് കറസ്പോണ്ടിങ്ലി സേവിങ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. S1 and S2 ഈ S1 and S2 കണ്ടെത്താൻ പറ്റും. അപ്പോൾ ബേസിക്കലി വി വിൽ ഗെറ്റ് എ 45-degree ലൈൻ. ദാറ്റ് ഈ 45-degree ലൈൻ, ഈ 45-degree ലൈൻ നമുക്ക് ഫിഗർ ബിയിൽ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതോടുകൂടി തീരുന്നില്ല. നമ്മൾ ഈ പാർട്ട് ബി അത് ഫിഗർ ഉള്ള കണ്ടൻറ്റ് ഇനി നമ്മൾ പാർട്ട് സിയിലോട്ട് ട്രാൻസ്ഫോം ചെയ്യും. പാർട്ട് സിയിൽ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വൈ ആക്സിസ് സേവിങ്സ് തന്നെയാണ്. അതായത് പാർട്ട് ബിയിൽ ഫിഗർ ബിയിലുണ്ടായിരുന്ന അതേ സേവിങ്സ് തന്നെയാണ് ഫിഗർ സിയിൽ വരുന്നത്, വൈ ആക്സിസ്. എക്സ് ആക്സിസ് നമ്മൾ പക്ഷേ എടുക്കുന്നത് ഇൻകം ആയിരിക്കും. ഇൻകം വൈ ഡിനോട്ട്സ് ഇൻകം. ഓക്കെ, അപ്പോൾ ഇൻകവും സേവിങ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് നമുക്കറിയാം. ആസ് ഇൻകം ഇൻക്രീസസ് സേവിങ്സ് വിൽ ഓൾസോ ഇൻക്രീസ്. അപ്പോൾ പാർട്ട് സിയിൽ സേവിങ്സ് ഇൻകം എന്നുള്ള റിലേഷൻഷിപ്പ്, ദാറ്റ് ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. അതാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്, ദിസ് പാർട്ട്. ഓക്കെ, ഇത് അപ്പോൾ നമുക്കൊരു S1 S2 ലെവൽ ഓഫ് സേവിങ്സ് നമുക്ക് പാർട്ട് ബിയിൽ നമുക്ക് കിട്ടിയായിരുന്നു. അത് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യും, പാർട്ട് സിയിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ലെവൽ ഓഫ് ഇൻകം കിട്ടും. Y1 and Y2 എന്ന ഇൻകം നമുക്ക് പാർട്ട് സി ഫിഗറിൽ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ Y1 Y2 അതേപോലെ ഇനിയിപ്പം പാർട്ട് ഡിയിലോട്ട് കൊണ്ടുവരും. പാർട്ട് ഡി ഫിഗർ ഡിയിലെ നമുക്ക് ഫിഗർ ഡിയിലെ എക്സ് ആക്സിസിലോട്ട് നമുക്ക് Y1 Y2 എന്ന ഇൻകം ലെവൽ കിട്ടും. ആ ഇൻകം ലെവൽ നമ്മൾ കിട്ടുന്നതെന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് പാർട്ട് സി എന്നാണ് കിട്ടിയത്. ആ ദിസ് Y1 Y2 ലെവൽ ഓഫ് ഇൻകം കിട്ടും. ആ ഇൻകം ശരിക്കും നമ്മൾ താഴോട്ട് കൊണ്ടുവരും, അതായത് പാർട്ട് ഡിയിലോട്ട് കൊണ്ടുവരും. അത് നമുക്കറിയാം, പാർട്ട് ഡിയുടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇൻകം ആണ്. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ